മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് ജയറാമിന്റേതും പാർവതിയുടേതും. ഇരുവരുടെയും കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ്. ജയറാമിന്റെ വീട്ടിലെ വിവാഹ മംഗളങ്ങളെല്ലാം അവസാനിച്ചു എന്ന് വേണം പറയാൻ. ആദ്യം ചക്കിയായിരുന്നു വിവാഹിതയായത്. 6 മാസങ്ങൾക്കിപ്പുറം കാളിദാസും തരുണിയും വിവാഹിതരാവുകയായിരുന്നു. രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും ഇന്ന് വിദേശത്താണ്. ഇനി ഇരുവരുടെയും വീട്ടിലേക്ക് പുതിയ ചില കുഞ്ഞതിഥികൾ എത്താൻ പോകുന്നതിന്റെ സന്തോഷങ്ങൾ മാത്രമാണ് ജയറാമിനും പാർവതിക്കും കേൾക്കാനുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് ഈ താരകുടുംബം കാത്തിരിക്കുന്നതും എന്നും വേണം പറയാൻ. എന്നാൽ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു സന്തോഷ വാർത്ത പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. മാളവികയുടെ ഭർത്താവാണ് നവനീത്. ഇപ്പോൾ മാളവികയുടെയും നവനീതിന്റെയും ചെറിയൊരു വിശേഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഗിരീഷ് ലക്ഷ്മി ദമ്പതികളുടെ മകനാണ് നവനീത്. വളരെയേറെ പ്രാർത്ഥനയോടെ പിറന്ന മകനാണ് നവനീത് എന്ന് അമ്മ ലക്ഷ്മി പറയുമായിരുന്നു. മകന്റെ പിറവിക്ക് മുൻപ് താൻ കൃഷ്ണഭക്തയായിരുന്നു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചിരുന്നു. ശേഷം കൃഷ്ണന്റെ വരപ്രസാദമായി ലഭിച്ച മകനാണ് നവനീത് കൃഷ്ണൻ എന്നും പലപ്പോഴായിട്ടും അദ്ദേഹത്തിന്റെ അമ്മ പല വേദികളിൽ വെച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. നവനീത് കൃഷ്ണൻ എന്ന് പേരിടുകയും ചെയ്തതിന്റെ കാരണം അതുകൂടെയാണെന്ന് അമ്മ ലക്ഷ്മി പറഞ്ഞിരുന്നു. ഇരുവരുടെയും ഏക മകനാണ് നവനീത്. നവനീതിനെ വിവാഹം ആലോചിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഒരുപാട് വിവാഹാലോചനകൾ നവനീതിനെ തേടിയെത്തിയിരുന്നു. പലതും അവന്റെ സുഹൃത്തുക്കളും വീട്ടുകാരും ഒക്കെ കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ വീട്ടുകാർ കൊണ്ടുവന്ന ഒരു വിവാഹാലോചനയായിരുന്നു മാളവികയുടേത്. ആ മോളുടെ ഫോട്ടോ കണ്ടപ്പോഴേക്കും ഒരുപാട് ഇഷ്ടമായി എന്നും പിന്നീട് നേരിൽ കണ്ടപ്പോൾ അതിലേറെ ഇഷ്ടമായി എന്നും ലക്ഷ്മി അമ്മ തന്നെ പറഞ്ഞിരുന്നു. മാളവികയുടെ ആലോചന വന്നതും ഇത് തങ്ങളുടെ കുട്ടിയാണ്, മകളാണ് എന്ന തോന്നലുണ്ടായിരുന്നു. മാളവികയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നവനീതിന്റെ അച്ഛനും അമ്മയ്ക്കും 100 നാവാണ്. അതുപോലെ തന്നെയാണ് ജയറാമിനും പാർവതിക്കും. അവർ ആഗ്രഹിച്ചു കിട്ടിയ ഒരു മകൻ തന്നെയായിരുന്നു മകൻ തന്നെയായിരുന്നു നവനീത്. നവനീതിനെ അവർക്ക് വലിയ ഇഷ്ടമാണ്. മകളെ ആഗ്രഹിച്ച ഒരു കുടുംബത്തിലേക്കാണ് തങ്ങളുടെ മകളെ കെട്ടിച്ചു വിട്ടത് എന്ന് ഓർക്കുമ്പോൾ ജയറാമിനും പാർവതിക്കും വലിയ സന്തോഷമാണ്. മരുമകളെ ആഗ്രഹിച്ച കുടുംബത്തിലേക്കല്ലായിരുന്നു, മകളെ ആഗ്രഹിച്ച ഒരു കുടുംബത്തിലേക്കാണ് ചക്കിക്ക് ഭാര്യയായിട്ടും മരുമകളായിട്ടും കയറി ചെല്ലാൻ സാധിച്ചത് എന്നുള്ളതിൽ വലിയ സന്തോഷമാണെന്ന് ജയറാമും പാർവതിയും പറഞ്ഞിരുന്നു. ഇപ്പോൾ നവനീതിനെക്കുറിച്ചുള്ള വാക്കുകൾ കേൾക്കാൻ ആരാധകർക്കും വലിയ ഇഷ്ടമാണ്. താരപുത്രനല്ല എന്നുണ്ടെങ്കിൽ പോലും നവനീതിനെക്കുറിച്ച് അറിയാനും കേൾക്കാനും ആരാധകർ ഇന്ന് ഏറെയാണ്. മാളവികയുടെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ തന്നെയും ഭർത്താവ് നവനീത് പ്രേക്ഷക പ്രീതി നേടിക്കഴിഞ്ഞു. ഇപ്പോൾ വിദേശത്താണ് ഇരുവരുടെയും താമസം.